ഡിയർ സ്റ്റുഡൻസ്, കെമിസ്ട്രിയിലെ 16 ചാപ്റ്ററുകളിൽ ഒന്നാമത്തെ ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റ്, ആ ചാപ്റ്ററിലെ 20 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാനുള്ള ഒരു സമയം നമുക്കില്ല. എന്നിരുന്നാലും ക്വസ്റ്റ്യനുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഒരു സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ 5 ഭാഗങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, സോളിഡ് സ്റ്റേറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഭാഗം ടൈപ്സ് ഓഫ് സോളിഡ്സ് ആണ്. നമ്പർ 1, ടൈപ്സ് ഓഫ് സോളിഡ്സ്. എന്താണ് ടൈപ്സ് ഓഫ് സോളിഡ്സ് നമ്മൾ പറയുന്നത്? എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്, എന്താണ് അമോർഫസ് സോളിഡ്? രണ്ട് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അനൈസോട്രോപ്പി. അമോർഫസ് സോളിഡ്, ക്രിസ്റ്റലൈൻ സോളിഡ് അനൈസോട്രോപ്പിക് ആണ്, ഐസോട്രോപ്പിക് ആണ്. വേറെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ് ട്രൂ സോളിഡ് ആണ്, അമോർഫസ് സോളിഡ് സ്യൂഡോ സോളിഡ് ആണ്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതാണ് ആദ്യ ഭാഗത്ത്, ഫസ്റ്റ് ഭാഗത്ത് പറയുന്നത്, ടൈപ്സ് ഓഫ് സോളിഡ് എന്ന് പറയുന്ന ഭാഗത്ത്. അതിൽ ക്രിസ്റ്റലൈൻ സോളിഡുകൾ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ക്രിസ്റ്റലൈൻ സോളിഡ് ഓൺ ദ ബേസ് ഓഫ് ദർ നേച്ചർ ഓഫ് ദ പാർട്ടിക്കിൾസ് അയണിക് ക്രിസ്റ്റലൈൻ സോളിഡ് ആണെന്നും, കോവലൻ ക്രിസ്റ്റലൈൻ സോളിഡ് ആണെന്നും, മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ് ആണെന്നും, നെറ്റ്വർക്ക് സ്ട്രക്ചേർഡ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും 4 ക്ലാസിഫൈ ചെയ്യാം. അതിൽ മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പോളാർ മോളിക്കുലർ സോളിഡ് എന്നും, നോൺ പോളാർ മോളിക്കുലർ സോളിഡ് എന്നും, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ് എന്നും വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നെറ്റ്വർക്ക് സ്ട്രക്ചേർഡ് മോളിക്കുലർ സോളിഡുകളിൽ പ്രധാനപ്പെട്ട ആളാണ് ഡയമണ്ട്, അതേപോലെ ഗ്രാഫൈറ്റ്, അതേപോലെ സിലിക്കൺ കാർബൈഡ്. അതിൽ ഡയമണ്ട് പ്രത്യേകതകളൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിലുള്ള പി ബ്ലോക്ക് എലമെൻസിലും പഠിച്ചിട്ടുണ്ട്. ഡയമണ്ട് ഇൻസുലേറ്റർ ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. എന്നാൽ ഗ്രാഫൈറ്റ് കാർബണിൻ്റെ അലോട്രോപ്പുകൾ ഒരു പ്രത്യേകത ഉള്ള ആളാണ്. അയാൾ ഇലക്ട്രിസിറ്റിയും അതേപോലെ ഹീറ്റിനെയും കണ്ടക്ട് ചെയ്യുന്ന ആളാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതാണ് ആ ഭാഗത്തുള്ളത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് യൂണിറ്റ് സെല്ലുകളെ കുറിച്ചുള്ള, ക്രിസ്റ്റൽ ലാറ്റിസ് യൂണിറ്റ് സെല്ലിനെ കുറിച്ചുള്ളതാണ്. യൂണിറ്റ് സെല്ലുകളിൽ പഠിക്കാനുള്ള യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ദ ഐഡൻറ്റിക്കൽ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലുകൾക്ക് അവരുടെ മെഷറബിളായുള്ള 6 കാര്യങ്ങളാണ് ഒരു യൂണിറ്റ് സെല്ലിനുള്ളത്. മെഷറബിളായുള്ള 6 കാര്യങ്ങൾ. എന്തൊക്കെയാണ് 6 കാര്യങ്ങൾ? ഒന്ന്, എക്സ് ആക്സിലേക്കുള്ള ദൂരം, അതിനെ നമ്മൾ എ എന്ന് വിളിക്കും. വൈ ആക്സിലേക്കുള്ള ദൂരം, അതിനെ ബി എന്നും, സെഡ് ആക്സിലേക്കുള്ള ദൂരത്തെ നമ്മൾ സി എന്ന് വിളിക്കും. ഇവർ നമ്മൾ ആംഗിളുകൾ ആൽഫ, ബീറ്റ, ഗാമ എന്ന് 3 ആംഗിളുകളുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ. അപ്പോൾ ആക്സിലേക്ക് ലെങ്ത്തിന് നമ്മൾ ആക്സിയൽ ലെങ്ത്തുകളെന്നും ഇവർ തമ്മിൽ ആംഗിളുകളെ ആക്സിയൽ ആംഗിൾസ് എന്ന് പറയും. ഇത് മാറുന്നതിനനുസരിച്ച് നമുക്ക് 7 തരം യൂണിറ്റ് സെല്ലുകൾ കിട്ടുമെന്നാണ് ബ്രെബൈസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞത്. അതിനെ നമ്മൾ വിളിക്കുന്നത് 7 ബേസിക് യൂണിറ്റ് സെൽസ്. അത് ഏതൊക്കെയാണ്? CTOT HMT എന്ന് നമുക്ക് പറയാം. CTOT HMT എല്ലാം തുല്യമാണെങ്കിൽ, A = B = C യും ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രിയോ ആണെങ്കിൽ അതിനെ, ഇത് ക്യൂബ്, ഒരു ഫാൻ്റെ പെട്ടി പോലുള്ള ആളാണ്, അയാളെ നമ്മൾ ക്യൂബിക് എന്ന് വിളിക്കും. എന്നാൽ ഇതിങ്ങനെ മാറുന്ന സമയത്ത് A = B ≠ C, അതേപോലെ ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി എന്ന് പറയുമ്പം ചെറിയ വ്യത്യാസം ഉണ്ടാവും. ക്യൂബ് മാറ്റം വരും. അതിനെ നമ്മൾ ടെട്രഗണൽ എന്നാണ് വിളിക്കുക. അങ്ങനെ ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോബിക്, ട്രയഗണൽ, ഹെക്സഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, അങ്ങനെ 7 തരം യൂണിറ്റ് സെല്ലുള്ളത്. അത് നമ്മൾ വിളിക്കുന്നവരാണ് 7 ബേസിക് യൂണിറ്റ് സെൽസ്. അതേപോലെ യൂണിറ്റ് സെല്ലുകളിൽ ക്യൂബിക് യൂണിറ്റ് സെല്ലുകൾ തന്നെ 3 തരം ഉണ്ട്. ഓൺ ദ ബേസ് ഓഫ് ദർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, പൊസിഷൻ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. കോർണറിൽ മാത്രം പാർട്ടിക്കിൾ വരികയാണ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അതേസമയത്ത് എല്ലാ കോർണറിലും ഉണ്ട്, അതോടൊപ്പം തന്നെ എല്ലാ ഫേസുകളിലും ഉണ്ടെങ്കിൽ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് സെൻറ്റേർഡ്. അതേപോലെ എല്ലാ കോർണറിലും ഉണ്ട്, അതേപോലെ തന്നെ കറക്റ്റ് ബോഡി സെൻറ്ററിലുണ്ട്, അതായത് BCC എന്ന് വിളിക്കും. ഇത് സിമ്പിൾ ക്യൂബിക് എന്നും, ഇതിനെ FCC എന്നും, ഇതിനെ BCC എന്ന് വിളിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് Z എന്ന് പറയുന്ന സംഭവം നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. Z ഇവിടെ 1 ആണ് Z-ൻ്റെ വാല്യൂ, ഇവിടെ Z-ൻ്റെ വാല്യൂ 4 ആണ്, ഇവിടെ Z-ൻ്റെ വാല്യൂ 2 ആണ്.
ഇങ്ങനെ നമുക്ക് സെഡ് വാല്യൂ കണ്ടുപിടിക്കാം. സെഡ് വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ഉണ്ട്. അതിങ്ങനെയാണ്: z is equal to the particles on the corners, number of corners by 8 plus the particles on the face, number of faces divided by 2 plus number of corner then സെൻറ്ററിലുള്ള പാർട്ടിക്കിൾ അല്ലെ ബോഡി സെൻറ്റർ, നമുക്ക് NB എന്ന് ബോഡി സെൻറ്റർ. അപ്പോൾ ഇങ്ങനെ സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എവിടെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. ഇതാണ് ഈ രണ്ടാമത്തെ യൂണിറ്റ് സെൽ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ദെൻ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ക്ലോസ് പാക്കിംഗ് നമുക്കറിയാം, പലതരം ക്ലോസ് പാക്കിംഗ് ഉണ്ട്. 1 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ്, 2 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ്, അതേപോലെ 3 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ്. 3 ഡയമെൻഷൻ ക്ലോസ് പാക്കിങ്ങിൽ പ്രധാനമായിട്ടും ഒന്ന് നമുക്ക് പറയാനുള്ളത് HCP ആണ്, മറ്റൊന്ന് CCP. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് 3 ഡയമെൻഷൻ ക്ലോസ് പാക്കിങ്ങിൽ പറയാനുള്ളത്. അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പറയാം. അതേപോലെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു ഏരിയ, 1 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ്, 2 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ്, അതൊക്കെയാണ് ഈ ഏരിയയിൽ നമുക്ക് പറയാനുള്ളത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടെട്രാഹൈഡ്രൽ വോയിഡുകളുടെ എണ്ണവും ഒക്ടാഹൈഡ്രൽ വോയിഡുകളുടെ എണ്ണമൊക്കെയാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ക്ലോസ് പാക്ഡ്, if number of particle close packed is equal to n, the number of tetrahedral void should be 2n and octahedral void should be n. There is a relation. If the number of particle is equal to n, the number of tetrahedral void should be double, twice, and number of octahedral void should be n times. By using this relation, make ഫോമുല ഓഫ് അയണിക് കോമ്പൗണ്ട്. അയണിക് കോമ്പൗണ്ടുകളുടെ ഫോമുല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതാണ് മൂന്നാമത്തെ. നാലാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിൻ്റെ നാലാമത്തെ ഭാഗം നാലാമത്തെ ഭാഗം ഡിഫക്റ്റ്, ക്രിസ്റ്റൽ ഡിഫക്റ്റുകളെ കുറിച്ചാണ്. നാലാമത്തെ ഭാഗം ഡിഫക്റ്റുകൾ, അല്ലെങ്കിൽ നമുക്കതിനെ ഇംപെർഫെക്ഷൻ ഓഫ് സോളിഡ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ഫ്രെങ്കൽ ഡിഫക്റ്റ് ആണ്, മറ്റൊന്ന് ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. വേറെ ഒരുപാട് ഡിഫക്റ്റുകളുണ്ട്. പ്രധാനമായിട്ട് ഇവിടെ ഫ്രെങ്കൽ ഡിഫക്റ്റ് ആണ്, ഷോർട്ട് കീ ഡിഫക്റ്റ്. ഇത് നമ്മൾ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അവരുടെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, അവരുടെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നറിയാം. അതോടൊപ്പം തന്നെ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ് എഫ് സെൻറ്റർ, അതേപോലെ ഫ്രെങ്കൽ ഡിഫക്റ്റ് മാത്രം കാണിക്കുന്ന ഒരു കോമ്പൗണ്ട് ഏതാണ്, രണ്ടും കാണിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് AgBr. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഫ്രെങ്കൽ ഡിഫക്റ്റും ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കുന്ന കോമ്പൗണ്ട് ഏത് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ചോദിക്കാം. അതേപോലെ എഫ് സെൻറ്റർ ചോദിക്കാം, ഫാർബൻ സെൻറ്റർ എന്ന് പറയുന്ന എഫ് സെൻറ്റർ ചോദിക്കാം ഇവിടെ. ഓക്കെ, ഇതൊക്കെയാണ് നാലാമത്തെ ഭാഗത്തുള്ളത്. ഓക്കെ, അഞ്ചാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റൽ, ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് D is equal to Zm/A³ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഇവിടെ കുറേ കാര്യങ്ങൾ ചോദിക്കാം. ഡയറക്റ്റ് D കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ Z, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ യൂണിറ്റ് സെൽ, Z കണ്ടുപിടിക്കാൻ ചോദിക്കാം. M എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് ദ പാർട്ടിക്കിളാണ്, അത് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അതേപോലെ A³ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു എഡ്ജ് ലെങ്ത് ആണ് A എന്ന് പറയുന്നത്, A കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ പല ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള പ്രോബ്ലംസ് ചോദിക്കാണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനുകളും അത്തരം പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതേപോലെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള പാരാമാഗ്നറ്റിക്, ഡയമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെറോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻറ്റി ഫെറോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെറി മാഗ്നറ്റിക്, ഇങ്ങനെ 5 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചും, അതേപോലെ സോളിഡിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ആയുള്ള കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള തിയറി, ദാറ്റ് ഈസ് ബാൻഡ് തിയറി. ഈ കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ 20 ക്വസ്റ്റ്യൻസാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട 20 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 ഏതാണ് നമ്മൾ നോക്കാം. Question number 1. With which one of the following elements silicon should be doped so as to give P-type semiconductor? Options ഉണ്ട്: A selenium, B boron, C germanium,
ആൻഡ് ഡി ആർസനിക്. എങ്ങനെയാണ് ഇത് ചെയ്യുക ഒന്ന് നോക്കാം. നമുക്കറിയാവുന്ന കാര്യമുണ്ട്, ഡോപ്പിംഗ് എന്ന് പറയുന്നത് ദ അഡീഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ 14ാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരിക്കും. പ്രധാനമായിട്ടും നമ്മൾ സിലിക്കൺ, ജെർമേനിയം പോലെയുള്ള ആൾക്കാരാണ് നമ്മൾ സെമി കണ്ടക്ടർ. ഇതിലേക്ക് നമുക്ക് പല ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാം. സപ്പോസ് നമ്മൾ 15ാമത്തെ ഗ്രൂപ്പിലെ ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള നൈട്രജൻ, ഒരു ഗ്യാസ് ആയതുകൊണ്ട് നൈട്രജൻ ഉപയോഗിക്കാറില്ല. നൈട്രജൻ, ആർസനിക്, ആൻറ്റിമണി ഒക്കെയാണ് നമ്മൾ, ആർസനിക്കോ ആൻറ്റിമണിയോ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് എൻ ടൈപ്പാണ്. അതേസമയത്ത് 13ാമത്തെ ഗ്രൂപ്പിൽ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ബോറോണൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് പി ടൈപ്പാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, പി ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതാണ് ആഡ് ചെയ്യേണ്ടത്? നാല് ഓപ്ഷൻസ് ഉള്ളത്. അതിൽ ബോറോൺ ആണ് ആൻസർ. ദ ആൻസർ ഈസ് ബി. ദ ആൻസർ ഈസ് ബി, ബോയ്. ക്ലിയർ? കൺഫ്യൂഷൻ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ഡയമണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു ഡയമണ്ട് ഈസ് എ നെറ്റ്വർക്ക് സ്ട്രക്ചേർഡ് സോളിഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ഡയമണ്ട്? ഓപ്ഷൻ എ, ഡയമണ്ട് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ബി, ഡയമണ്ട് ഈസ് സോഫ്റ്റ്. സി, ഡയമണ്ട് ഈസ് ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. സി, ഡയമണ്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഏതാണ് ശരി? ഡയമണ്ട് എന്ന് പറയുന്നത് കാർബണിൻ്റെ അലോട്രോപ്പാണ്. ഡയമണ്ടിൽ നമുക്കറിയാം, ഡയമണ്ടിൽ കാർബണാണ്. കാർബണിൻ്റെ വാലൻസി 4ആണ്. ആ 4 ഇലക്ട്രോണുകളും മറ്റ് 4 കാർബണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ കാർബണും തൊട്ടടുത്തുള്ള നിയറസ്റ്റ് നൈബേഴ്സ് ആയിട്ടുള്ള 4 ആൾക്കാരായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ കാർബണിൻ്റെ മുകളിലും ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇല്ല. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, ഹീറ്റും കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഡയമണ്ട് എന്ന് പറയുന്നത് പ്യുവർ ഇൻസുലേറ്റർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് ഡയമണ്ട് ഈസ് എ ഗുഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് തെറ്റാണ്. ഡയമണ്ട് ഈസ് എ സോഫ്റ്റ് എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. നമുക്കറിയാം ഡയമണ്ട് ഹാർഡസ്റ്റ് മെറ്റീരിയലാണ്. ദെൻ സി എന്ന് പറയുന്നത് ഡയമണ്ട് ഈസ് ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, അതാണ് ശരി. ഡയമണ്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അതും തെറ്റാണ്. അപ്പോൾ ദ ആൻസർ ഈസ്, രണ്ടാമത്തെ ആൻസർ സി ആണ്. ഓക്കെ, സി, കാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 അത് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ളതാണ്. മോളിക്യൂൾസ് ഓർ അയോൺസ് ആൻഡ് ദർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആർ ഗിവൺ ബിലോ. മോളിക്യൂൾസ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. C6 നമുക്കറിയാം ഒരു ഡയമാഗ്നറ്റിക് ആണ്. വാട്ടർ, ഐസ് പോലെയുള്ള ആൾക്കാരൊക്കെ ആ ഡയമാഗ്നറ്റിക് കാറ്റഗറി വരും. ദെൻ സെക്കൻഡ് വൺ CrO2 എന്ന് പറയുന്നത് ഫെറോ മാഗ്നറ്റിക് ആണ്. കാരണം മാഗ്നറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് ഫെറോ മാഗ്നറ്റിക്. അതേസമയത്ത് മാംഗനീസിൻ്റെ ഓക്സൈഡ് അതൊരു ആൻറ്റി ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള ആളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാഗ്നറ്റിക് മൊമെൻറ്റുകൾ ക്യാൻസൽ ചെയ്തു പോകുന്ന ഒരു ടൈപ്പ് കോമ്പൗണ്ടാണ്. അതേപോലെ Fe3O4 ഫെറി മാഗ്നറ്റിക്കിന് എക്സാമ്പിളാണ്. Fe3+ പാരാമാഗ്നറ്റിക്കിന് എക്സാമ്പിളാണ്. അതുകൊണ്ട് നമ്മളെ ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് ABCDയിൽ നമ്മളെ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഈസ് സി. നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നുണ്ട് കുറച്ച് എക്സാമ്പിൾസ് ഓരോ കോമ്പൗണ്ടിനും. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. Fe3O4 പോലെ കഴിവുള്ള ആളാണ് ZnFe2O3 എന്ന് പറയുന്ന ആളുണ്ട്. അതേപോലെ ഫെറോമാഗ്നറ്റിക്കിന് ഒരുപാട് എക്സാമ്പിൾ. അയൺ ഫെറോമാഗ്നറ്റിക് ആണ്, പക്ഷേ Fe3+ എന്ന് പറയുന്ന ആൾ ഫെറോ അല്ല, പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ലോജിക്കൊന്നുമില്ല. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞു. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അത് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഏറ്റവും അവസാനത്തെ ഭാഗത്തുള്ള പേജുകളിൽ നോക്കിയാൽ മതി. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. If A stands for the edge length of the cubic system, simple cubic, body centered cubic and face centered cubic, then the ratio of radii of the spheres in this system will be respectively. 4 ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ നോക്കുക. സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുക ഓപ്ഷൻസ്. അതിൽ ഏതാണ് കറക്റ്റ്? ഇതൊരു കുറച്ചൊരു ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ഇതാണ് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഒരു യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. സപ്പോസ് ദിസ് ഈസ് എ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഇൻ ഓൾ ദ കോർണേഴ്സ്. എല്ലാ കോർണറുകളിലാണ് പാർട്ടിക്കിൾസ് ഉള്ളത്. ഈ എഡ്ജ് ലെങ്ത്തിനെ നമ്മൾ എ എന്നാണ് പറയുന്നത്. എ എന്ന് പറയുന്നത് 2 പാർട്ടിക്കിളുടെ റേഡിയസുകൾ കൂടിയതാണ്. അതുകൊണ്ട് A = 2R.
എ ഈസ് ഈക്വൽ ടു 2r. എഡ്ജ് ലെങ്ത് എ എന്ന് പറയുന്നത് ഒന്നാമത്തെ ആളുടെ റേഡിയസ് രണ്ടാമത്തെ ആളുടെ റേഡിയസ് കൂടി, അതുകൊണ്ട് എ ഈസ് ഈക്വൽ ടു 2r നമുക്ക് എഴുതാം. ഇത് ആർക്കാണ്? സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലുകൾക്കാണ്. അതേസമയത്ത് ബോഡി സെൻറ്റേഡ് ആണെങ്കിൽ, ബോഡി സെൻറ്റേഡ് BCC ആണെങ്കിൽ ദർ ഈസ് എ റിലേഷൻ ദാറ്റ് ഈസ് √3AR. √3A ഈസ് ഈക്വൽ ടു 4R എന്നാണ് റിലേഷൻ ഉണ്ടാവുക. നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് എ റിലേഷൻ എ ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ആർ. ഇൻ ദ കേസ് ഓഫ് FCC √2A ഈസ് ഈക്വൽ ടു 4R. ഇങ്ങനെ റിലേഷൻ ഉണ്ട്. എന്താ റിലേഷൻ? ഇത് പാർട്ടിക്കളുടെ റേഡിയസും യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷനാണ്. എവിടെയൊക്കെ? സിമ്പിൾ ക്യൂബിക്കൽ, ബോഡി സെൻറ്റേഡ് ക്യൂബിക്കൽ, ഫേസ് സെൻറ്റേഡ് ക്യൂബിക്കൽ, ഈ 3 സ്ഥലങ്ങളിലുള്ള റിലേഷനാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇവിടെ മൂന്നാളുടെ 6 റേഡിയസ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. അത് വളരെ ഈസിയാണ്. നമ്മൾ റേഡിയസിൻ്റെ ഇക്വേഷനാക്കി മാറ്റിയതിനെ R ഈസ് ഈക്വൽ ടു A/2 എന്നും ഇവിടെ R ഈസ് ഈക്വൽ ടു √3A/4 എന്നും ഇവിടെയുള്ള 4നെ താഴോട്ട് എടുത്താണ്. ദെൻ ഇവിടെ R1, R2, R3 ഈസ് ഈക്വൽ ടു √2A/4 എന്നും ആക്കി. അപ്പോൾ അത് റേഷ്യോ എടുക്കാം. റേഷ്യോ എടുക്കുന്ന സമയത്ത് R1 ഈസ് ടു R2 ഈസ് ടു R3 എന്ന് പറയുന്നത് LHSൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് A/2 ഈസ് ടു √3A/4 ഈസ് ടു √2A/4. ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഈ 4നെ കട്ട് ചെയ്തു. 4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു √2 ഇൻറ്റു √2 ആണ്. ഇവിടെ √2 കട്ട് ചെയ്ത് പോയി. അപ്പം നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും A/2 ഈസ് ടു √3A/4 ഈസ് ടു മേലുള്ള √2 കട്ട് ചെയ്താൽ താഴെ ഒരു √2 ബാക്കി ഉണ്ടാവും 2√2. ഇതാണ് ആൻസർ. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആൻസർ എന്ന് പറയുന്നത് C ആണ്. C ഈസ് ദ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? എന്താണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം? എന്താണ്? എയും ആറും തമ്മിലുള്ള റിലേഷൻ. അത് എവിടെ പോയാൽ കാണാം? ടെക്സ്റ്റ് ബുക്കിലെ പാക്കിംഗ് എഫിഷ്യൻസി പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എയും ആറും തമ്മിലുള്ള റിലേഷൻ കാണാം. സിമ്പിൾ ക്യൂബിക്കിന് റിലേഷൻ എന്താണ്, FCCക്ക് എന്താണ്, BCCക്ക് എന്താണ് റിലേഷൻ നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. എക്സാമ്പിൾ ഓഫ് യൂണിറ്റ് സെൽ വിത്ത് ക്രിസ്റ്റലോഗ്രാഫിക് ഡയമെൻഷൻസ് A not equal to B not equal to C. Alpha is equal to gamma is equal to 90 degree, beta is not equal to 90 degree. Which type of crystal system it is? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ പറഞ്ഞിരുന്നു 7 ബേസിക് യൂണിറ്റ് സെൽസ് ഉണ്ട്. ആ യൂണിറ്റ് സെല്ലുകൾ മാറുന്നത് അവരുടെ എഡ്ജ് ലെങ്ത്തിൻ്റെയും അല്ലെങ്കിൽ ആക്സിയൽ ലെങ്ത്തിൻ്റെയും അതേപോലെ ആക്സിയൽ ആംഗിൾസിൻ്റെയും വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറി വരുന്നത് മോണോക്ലിനിക് എന്ന് പറയുന്ന യൂണിറ്റ് സെല്ലിനാണ്. അത് നമുക്ക് വേണമെങ്കിൽ കാണാം. ഇവിടെ 7 യൂണിറ്റ് സെൽസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോന്നും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 6ാമത്തെ മോണോക്ലിനിക് എന്ന് പറയുന്ന സ്ഥലത്താണ് A not equal to B not equal to C, ആൽഫ is equal to ഗാമ is equal to 90 degree, ബീറ്റ is not equal to 90 degree വരുന്നത് മോണോക്ലിനിക് ആണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് മോണോക്ലിനിക് സൾഫർ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് D ഈസ് ദ ആൻസർ. ഓക്കെ, അവിടെ നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. 7 യൂണിറ്റ് സെല്ലുകളും അവരുടെ ഡയമെൻഷൻസും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ 5 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാക്കിംഗ് എഫിഷ്യൻസിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യം ഇതാണ്: ദ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ വോളിയം ഓക്യുപ്പൈഡ് ബൈ ദ ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ സിമ്പിൾ ക്യൂബ് ഈസ്. ഫ്രാക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ദ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ എ യൂണിറ്റ് സെൽ. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്ത കാര്യം എന്തായിരുന്നു? വോളിയം ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100. ഇതാണ് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ചെയ്തത്. എന്നാൽ പാക്കിംഗ് എഫിഷ്യൻസി പാക്കിംഗ് ഫ്രാക്ഷൻ ആവുമ്പം, ഫ്രാക്ഷന് പെർസെൻറ്റേജ് ഒഴിവാക്കിയാൽ ഫ്രാക്ഷനായി എന്നുള്ളതാണ്. ഇവിടെ പെർസെൻറ്റേജ് എന്നുള്ള 100% ഒഴിവാക്കിയാൽ പാക്കിംഗ് ഫ്രാക്ഷനായി. അപ്പം പാക്കിംഗ് ഫ്രാക്ഷൻ കിട്ടണം എന്ത് വേണം? മുകളിൽ വോളിയം ഓഫ് പാർട്ടിക്കിൾസ്, താഴെ വോളിയം ഓഫ് യൂണിറ്റ് സെൽ.
ആരുടെ? സിമ്പിൾ ക്യൂബിക്കിൻ്റെ. അപ്പോൾ സിമ്പിൾ ക്യൂബിക് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ, സിമ്പിൾ ക്യൂബിക് എന്ന് പറയുന്നത് ഇതാണ്. സിമ്പിൾ ക്യൂബിക് എന്ന് പറയുന്നത് ഇയാളാണ്. 8 കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 8 കോർണറിൽ പാർട്ടിക്കിൾ ഉണ്ട്. ഇതിൻ്റെ Z വാല്യൂ എത്രയാണ്? Z വാല്യൂ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് Z നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ യൂണിറ്റ് സെൽ. കോർണറിൽ കംപ്ലീറ്റ് ഉള്ളോട്ടില്ലല്ലോ, ചെറിയ ഫ്രാക്ഷൻ മാത്രമല്ലേ ഉള്ളോട്ടുള്ളൂ, ബാക്കിയൊക്കെ പുറത്തേക്കല്ലേ. അപ്പോൾ ടോട്ടൽ ഉള്ളോട്ടുള്ള പാർട്ടിക്കിളുടെ എണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 1 ആണ് കിട്ടുക. പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സ്പെറിക്കലാണ്. സ്പെറിക്കൽ പാർട്ടിക്കിൾ 6 റേഡിയസുള്ള സ്പെറിക്കൽ പാർട്ടിക്കിളിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. സ്പിയറിൻ്റെ 6 റേഡിയസുള്ള സ്പിയറിൻ്റെ വോളിയം എന്താണ്? 4/3 πr³. ദെൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ ഏത് ടൈപ്പാണ്? ക്യൂബിക്കാണ്, ക്യൂബാണ്. അതിൻ്റെ എഡ്ജ് ലെങ്ത് A ആണ്. എഡ്ജ് ലെങ്ത് ഉള്ള ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉള്ള ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, A³ ആണ്. A³. അതേപോലെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്, A = 2R എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ നമുക്കറിയാം. A = 2R. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ സ്ഥാനത്ത് 2R എന്ന് കൊടുക്കുന്നു. 4/3 πr³ ഉണ്ട്, ഡിവൈഡ് ബൈ 2R ഹോൾ ക്യൂബ് എടുക്കണം. A³ ആണ്, 2R ഹോൾ ക്യൂബ് എടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടും 4/3 πr³ ഡിവൈഡ് ബൈ 8R³ എന്ന് കിട്ടും. ഈ R³ കട്ട് ചെയ്യും. ഈ 8ഉം ഇവിടെയുള്ള 4ഉം കട്ട് ചെയ്യും. ഇവിടെ 2 ബാക്കി വരും. അപ്പോൾ മേലെന്ത് ബാക്കിയുണ്ട്? പൈ ഉണ്ട്. ഇവിടെ ഒരു 3 ഉണ്ട്, 2 ഉണ്ട്. 3 × 2 6. ദെർഫോർ ദ ആൻസർ ഈസ് π/6. അങ്ങനെ ഒരു ആൻസർ വരുന്ന ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ A, ആൽഫ A ആണ്. ആൻസർ ഈസ് A. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, അതാണ് 6th ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഇത് നമ്മുടെ ഫോമുല, അയണിക് കോമ്പൗണ്ടിൻ്റെ ഫോമുല കണ്ടുപിടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. ക്വസ്റ്റ്യൻ ഈസ്, ഇൻ എ കോമ്പൗണ്ട് ആറ്റംസ് ഓഫ് Y ഫോംസ് CCP ലാറ്റിസ്. CCP എന്ന് പറയുന്നത് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ലാറ്റിസ് ഉണ്ടാക്കുന്നത് Y എന്ന് പറയുന്ന അയോണാണ്. ആൻഡ് ദോസ് ഓഫ് എലമെൻറ്റ്സ് X occupy 2/3 ഓഫ് ദ ടെട്രാഹെഡ്രൽ വോയിഡ്. വാട്ട് ഈസ് ദ ഫോമുല ഓഫ് ദ കോമ്പൗണ്ട്? അതാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n ആണെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n ആണ്. ടെട്രാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം 2n ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ആരാണോ ക്ലോസ് പാക്കിങ്ങിന് ഉപയോഗിക്കുന്നത് അയാളെയാണ് നമ്മൾ പാർട്ടിക്കിൾസ് n ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് Y എന്ന് പറയുന്ന എലമെൻ്റ് ആണ് ക്ലോസ് പാക്കിങ്ങിന് ഉപയോഗിച്ചത്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് Y = n എന്ന് പറഞ്ഞാൽ Y എന്ന് പറയുന്ന എലമെൻറ്റിനെയാണ് ക്ലോസ് പാക്കിങ്ങിന് ഉപയോഗിച്ചത്, ക്ലോസ് പാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഇങ്ങനെ വോയിഡുകൾ ഉണ്ടാവും. ഒഴിഞ്ഞ സ്ഥലം, ഏതൊക്കെ ഒഴിഞ്ഞ സ്ഥലം ഉണ്ടാവും? ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും, ഒക്ടാഹെഡ്രൽ വോയിഡും ഉണ്ടാവും. ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ടെട്രാഹെഡ്രൽ വോയിഡിനെ കുറിച്ചാണ് പറയുന്നത്. ടെട്രാഹെഡ്രൽ വോയിഡ് എത്ര ഉണ്ടാവും? 2n ഉണ്ടാവും. ദെർഫോർ നമ്പർ ഓഫ് Y n ആണെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് = 2n. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കംപ്ലീറ്റ് ടെട്രാഹെഡ്രൽ വോയിഡിലും X എന്ന് പറയുന്ന ആളില്ല. X എന്ന് പറയുന്ന ആൾ എത്രയുടെ ഉള്ളൂ? X എന്ന് പറയുന്ന ആൾ ഫുള്ളില്ല, 2/3 ഉള്ളൂ. അതുകൊണ്ട് നമ്പർ ഓഫ് X, ഓക്കെ, കുറേ പാർട്ടിക്കിളിനെ അടുക്കി വെച്ചിട്ടുണ്ട്. Y പാർട്ടിക്കിളിനെ അടുക്കി വെച്ച സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ട്. എത്ര ഗ്യാപ്പ് ഉണ്ട്? 2n ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ 2n ഗ്യാപ്പിലും നമ്മൾ എന്ത് വെച്ചിട്ടില്ല? Xനെ വെച്ചിട്ടില്ല. Xനെ എത്രയല്ലേ വെച്ചിട്ടുള്ളൂ? 2/3 ഓഫ് 2n. ദാറ്റ് ഈസ് 2/3 ഓഫ് 2n. അപ്പോൾ ഇത്രയാണ് Xൻ്റെ എണ്ണം. അപ്പോൾ Yൻ്റെ എണ്ണം n ആണ്, Xൻ്റെ എണ്ണം ഇത്രയാണ്. അപ്പോൾ നമുക്ക് ഒരു ഫോമുല ഉണ്ടാക്കാം അല്ലേ? സോഡിയം ക്ലോറൈഡിലൊക്കെ നമുക്കറിയാം Na 100 ഉണ്ടെങ്കിൽ Cl 100 ഉണ്ടെന്നാണ്. അങ്ങനെയാണ് നമുക്ക് 100 കട്ട് ചെയ്തിട്ട് എന്ത് കിട്ടിയത്? സോഡിയം ക്ലോറൈഡിന് NaCl എന്ന് പറഞ്ഞ ഫോമുല കിട്ടിയത്. അതേപോലെ ഇവിടെയും നമ്മൾ നോക്കാം. ഇവിടെ Yയുടെ എണ്ണം എത്രയാണ്? n ഉണ്ട്, n. Xൻ്റെ എണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? Xൻ്റെ എണ്ണം 2/3n ആണ്. സോറി, 2/3 അല്ല, 4/3n ആണ്. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള കട്ട് ചെയ്യാം, n കട്ട് ചെയ്യാം. നമുക്കറിയാലോ ഒരു ഫോമുലയിൽ, ഒരു കോമ്പൗണ്ടിൻ്റെ ഫോമുലയിൽ ഒരിക്കലും ഫ്രാക്ഷൻ വരില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ 4/3 ഫ്രാക്ഷൻ അല്ലേ, അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 3 കൊണ്ട് രണ്ടാളെയും ഗുണിക്കാം. Yനെയും 3 കൊണ്ട് ഗുണിക്കാം, Y3 എന്ന് വന്ന്. ഓക്കെ, Xനെയും 3 കൊണ്ട് ഗുണിക്കാം. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 4/3 × 3, 3 യും 3 കട്ട് ചെയ്ത് പോകും. അതുപോലെ എന്ത് വരും? നമുക്ക് X4 എന്ന് വരും. Y3 X4. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, X4 Y3 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം.
ഇവിടെ നമുക്ക് ഏതാണ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എ ഉണ്ട് x2y3 ആണ്, അതല്ല ശരി. ഓക്കെ, ബി എന്ന് പറയുന്നത് x2y ആണ്, അത് ശരിയല്ല. സി എന്ന് പറഞ്ഞാൽ x3y4 ആണ്, x3y4 ദാറ്റ് ഈസ് x3y4 അല്ല. ദെൻ x4y3 ദാറ്റ്സ് ആൻസർ. ദ ആൻസർ ഈസ് ഡി, ഡോക്ടർ. ഡി ഈസ് ദ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇതെന്താ അറിയേണ്ടത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഏതെടുക്കണം? അത് ക്ലോസ് പാക്കിങ്ങിൽ വരുന്ന ആളെയാണ് n എടുക്കേണ്ടത്. ടെട്രാഹെഡ്രൽ വോയിഡാണ് 2n. ഇനി ഒക്ടാഹെഡ്രൽ വോയിഡിലായിരുന്നെങ്കിലോ n. എത്ര പോർഷൻ ഉണ്ട്? ഹാഫ് ആണെങ്കിൽ ഹാഫ് എന്ന് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഏതിൻ്റെയും ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയ ആണ് അവിടെ ഉള്ളത്. ക്ലിയർ ആണല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 8 കടക്കുകയാണ്. അത് ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ: ലിഥിയം ഹാസ് BCC സ്ട്രക്ചർ. ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് 530 kg/m³ and its atomic mass is 6.94 gram per mole. Calculate the edge length of the unit cell of lithium metal. That's a question. Okay, options കുറച്ചുണ്ട്. That is 154 picometer, 352 picometer, C 527 picometer, D 264 picometer. ഇതാണ് നമുക്ക്. അപ്പോൾ ഇതോടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? നമുക്കറിയാവുന്നൊരു റിലേഷൻ ഉണ്ട്. D = Zm/a³ ഇതിൽ Z എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. BCC ആയതുകൊണ്ട് പറഞ്ഞിട്ടില്ല. BCC ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. BCC ആണെങ്കിൽ Z = 2 ആണ്. ദെൻ M പറഞ്ഞിട്ടുണ്ട്. M = 6.94 gram പെർ മോളാണ്. ദെൻ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി കിലോഗ്രാമിലാണ് തന്നത്, ഇത് ഗ്രാമിലുമാണ്. അതുകൊണ്ട് കിലോഗ്രാം ഗ്രാമിലേക്ക് മാറ്റാം. അതുപോലെ മീറ്റർ ക്യൂബിലാണ് തന്നത്, അത് നമുക്ക് വേണമെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റാം. അങ്ങനെ മീറ്റർ ക്യൂബ് സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റുന്ന സമയത്ത് ഡെൻസിറ്റിൻ്റെ വാല്യൂ നമുക്ക് എന്ത് വരും? 0.53 gram/cm³. അതങ്ങനെ മാറിയത് കിലോഗ്രാം ഗ്രാമിലേക്ക് മാറ്റി മീറ്റർ ക്യൂബിനെ സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റിയപ്പോഴാണ് എന്ത് പറഞ്ഞത്? 0.53 ആയത്. 530 എന്നുള്ളത് 0.53 ആയത് ഡെൻസിറ്റി. ദെൻ n അവഗാഡ്രോ നമ്പർ 6.02 × 10⁻23 അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് വേണ്ട എ ആണ് അല്ലേ? എ കിട്ടണമെങ്കിൽ a³ ആദ്യം കണ്ടുപിടിക്കാം. a³ = Z2, M എന്ന് പറയുന്നത് 6.94 ഡിവൈഡ് ബൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് 0.53 × 6.0